സോ ഹായ്. ഞാൻ എൻ്റെ ബോട്ടണി റിലേറ്റഡ് റീൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ എനിക്ക് അതായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ DMs വരാറുണ്ട് എപ്പോഴും. അല്ലെങ്കിൽ അത് ആ റീലിൽ എനിക്ക് ഷെയർ ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെയാണോ ബോട്ടണി, അങ്ങനെയാണോ, ബോട്ടണിയിൽ മാത്സ് ഉണ്ടോ, എനിക്ക് മാത്സ് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ബോട്ടണി എടുക്കാൻ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ബോട്ടണി പഠിക്കുന്നതിൻ്റെ സബ്ജക്ട്സ് എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് എന്തൊക്കെയാണ്, അത് ഭയങ്കര സിമ്പിളാണോ, എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് എനിക്ക് എപ്പോഴും കുറേ DMs വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഡു എ വീഡിയോ ഓൺ ദിസ്. സോ ഞാനിപ്പോൾ 5 ഇയേഴ്സായി ബോട്ടണി പഠിക്കുന്നു. എൻ്റെ ഡിഗ്രിയും PGയും ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇത് PG എൻ്റെ ഫൈനൽ ഇയർ ആണ്. അപ്പോൾ ആ ഒരു 5 ഇയർ എക്സ്പീരിയൻസിൽ എന്താ ബോട്ടണി എന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ ഐ ക്യാൻ ഹെൽപ്പ് യു ഫോർ ദിസ്. അപ്പോൾ എനിക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ബോട്ടണി ഭയങ്കര സിമ്പിളല്ലേ, ബോട്ടണി എടുത്താൽ മാത്സ് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പം ഞാൻ അങ്ങനെയാണ് ബോട്ടണി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബോട്ടണിയിലെ ഈ ഫീൽഡ് വിസിറ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ, പ്രാക്ടിക്കൽ, റെക്കോർഡ്, ഇതിൻ്റെ ജോബ്സ്, അങ്ങനെ ഭയങ്കര അങ്ങനെയുള്ള റിലേറ്റഡ് മോർ ഡൗട്ട്സാണ് എനിക്ക് എപ്പോഴും വരാറ്. സോ ഫസ്റ്റ് തന്നെ പറയട്ടെ, ബോട്ടണി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ള കോഴ്സല്ല. ബോട്ടണി പറയുന്ന എല്ലാ കോഴ്സിനെ പോലെ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ അത് സിമ്പിളാവും, അങ്ങനെ ഒരു കോഴ്സ് തന്നെയാണ്. പിന്നെ ബോട്ടണി റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ബോട്ടണിയിൽ മാത്സ് ഉണ്ടോയെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ബോട്ടണി ഞാൻ മാത്സ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോട്ടണി എടുത്തത്, അങ്ങനെ കുറേ പറയുന്നവരുണ്ട്. ആക്ച്വലി ഭൂഗോളത്തിൻ്റെ സ്പന്ദനം തന്നെ മാത്സിലാണല്ലോ. സോ മാത്സ് സ്കിപ്പ് ചെയ്യാതെ ഒരു പരിപാടിയില്ല. ഈ വലിയ വലിയ ഡെറിവേഷൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ബേസിക് മാത്സ് ഇപ്പോൾ നിങ്ങൾ എന്ത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും അതിലും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ബോട്ടണിയിൽ ഇപ്പോൾ ബയോസ്റ്റാറ്റ് വരുന്നുണ്ട്, അങ്ങനെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ എല്ലാത്തിനും നമുക്ക് മാത്സ് എന്തായാലും മാത്സിൽ പറ്റില്ല. അപ്പോൾ മാത്സ് എന്തായാലും ഉണ്ട്, ഭയങ്കര വലിയ ഡെറിവേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ബേസിക് മാത്സ് എല്ലാത്തിലും പഠിക്കാനാണെങ്കിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ മാത്സ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടണി എടുത്ത് ലാസ്റ്റ് അങ്ങനെ പെടുന്നവരും ഉണ്ട്. അപ്പോൾ ബോട്ടണി എടുക്കുന്ന മാത്സ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സിമ്പിളാണോ ബോട്ടണി, ഇതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ആക്ച്വലി എല്ലാം നമ്മളെപ്പോഴും ബോട്ടണി പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 4 ഇയർ ഡിഗ്രി കോഴ്സസ് ആണുള്ളത്. അപ്പോൾ അതിലും തന്നെ ഇപ്പോൾ ബോട്ടണി മാത്രമല്ല, ഇഷ്ടംപോലെ സബ്ജക്ട്സ് വേറെയുണ്ട്. അതായത് ഇപ്പോൾ ബോട്ടണി ആണെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി സുവോളജി, അല്ലെങ്കിൽ ഫിസിക്സ്, അല്ലെങ്കിൽ കെമിസ്ട്രി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒരു 2 ഇയർ എന്തായാലും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പക്ക ബോട്ടണി പഠിക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്നത് ബോട്ടണി പഠിക്കുക പറഞ്ഞാൽ കുറച്ച് ചെടിയും പൂവും പഠിക്കുന്നത് മാത്രമല്ല, ഭയങ്കര സിമ്പിളാണ്, അതൊന്നും വലിയ സംഭവമില്ല, അങ്ങനെയാണ്. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല. ഓക്കെ, ബോട്ടണി പറയുന്ന വെറും കുറേ സയൻറ്റിഫിക് നെയിം അങ്ങനെയല്ല. ഈ ബോട്ടണിയിലും ഉണ്ട് കുറേ സബ്ജക്ട്സ്. ഇപ്പോൾ ഫൈക്കോളജി, മൈക്രോബയോളജി, അനാട്ടമി ബേസിസിൽ ജെനറ്റിക്സ്, പ്ലാന്റ് ബ്രീഡിങ്, പ്ലാന്റ് പാത്തോളജി, എൻവിറോൺമെൻറ്റ് ബേസ് ചെയ്തിട്ട്, എക്കോളജി ബേസ് ചെയ്തിട്ട്, പിന്നെ ജെനറ്റിക്കൽ എഞ്ചിനീയറിങ്, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോസ്റ്റാറ്റി, ബയോ കെമിസ്ട്രി, പ്ലാന്റ് ഫിസിയോളജി, അങ്ങനെ ബോട്ടണിയിൽ തന്നെ കുറേ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ വെറും നമ്മളിങ്ങനെ സയൻറ്റിഫിക് നെയിം പഠിക്കുന്നത് മാത്രമല്ല ബോട്ടണി. ആൻഡ് നമുക്ക് ഇപ്പോൾ ഞാനിങ്ങനെ കുറേ പേരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ ഓക്കെ +2 ബോട്ടണി ഇങ്ങനെയല്ലേ, അപ്പോൾ ഡിഗ്രി ബോട്ടണി ഇതൊക്കെ തന്നെയാവും, ആക്കി ഇങ്ങനെ ഇത്രയൊക്കെ തന്നെ പഠിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു വരുന്നതാണ് കൂടുതൽ പേരും. ആക്ച്വലി നമ്മൾ +2 ബോട്ടണിയിൽ ഭയങ്കര ബേസിക് കാര്യങ്ങളും ഭയങ്കര ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാവും പഠിക്കാനുണ്ടാവുക. സ്വാഭാവികമായിട്ടും PG എന്ന് പറയുമ്പോൾ അതിലേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാവും പഠിക്കാനുണ്ടാവുക. അപ്പോൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓക്കെ, പലരും എന്നോട് ഇങ്ങനെ അവരുടെ പേഴ്സണലി എങ്ങനെയുണ്ട് ബോട്ടണി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ +2 ബോട്ടണി വിചാരിച്ച് വന്നാൽ, പക്ഷേ +2 ബോട്ടണി ഒന്നുമില്ല, ഡിഗ്രി ബോട്ടണി. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. +2 ബോട്ടണിയും ഡിഗ്രിയിലെ ബോട്ടണിയും ഭയങ്കര എൻറ്റയർ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെ ഒരു ധാരണ കിട്ടുന്ന പരിപാടിയാണ്. പിന്നെ എനിക്ക് ചോദിക്കുന്നത്, പിന്നെ ഇതിൻ്റെ ബോട്ടണി എടുക്കുന്നതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയാനാണെങ്കിൽ ഞാൻ നമ്മുടെ ഫീൽഡ് വിസിറ്റ്, അതേപോലെ അങ്ങനെയും കുറേ പേര് പറയാറുണ്ട് ബോട്ടണി എടുത്താൽ കുറേ ട്രിപ്പ് പോവാം. അത് സെറ്റും തന്നെയാണ്, അതൊരു കോളേജിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നല്ല കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ സെമ്മിൽ ട്രിപ്പ് ഉള്ളതുണ്ട്. ചിലവർ അതൊക്കെ സ്കിപ്പാക്കി എല്ലാം കൂടി ലാസ്റ്റിലേക്ക് പോയി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡാണ്. പിന്നെ ട്രിപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. നമുക്ക് ഇപ്പോൾ PGയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഓരോ സെമ്മിലും 2 ഫീൽഡ് വിസിറ്റൊക്കെ വെച്ചിട്ട് മൂന്നാർ, വാഗമൺ, അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ റെക്കോർഡ്, അതൊരു
വലിയ കാര്യമാണ്. ഇപ്പോൾ പിന്നെ പിന്നെ എനിക്ക് വരയ്ക്കാൻ അറിയില്ല, അപ്പോൾ എനിക്ക് ബോട്ടണി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒട്ടും വരയ്ക്കാനൊന്നും അറിയാത്ത ആളായിരുന്നു. ഫസ്റ്റ് സെമ്മിൽ നമ്മൾ വരയ്ക്കുന്ന പോലെയല്ല നമ്മൾ ലാസ്റ്റ് സെമ്മിലായിട്ട് വരയ്ക്കും. നമ്മൾ എന്തായാലും ഇമ്പ്രൂവ് ആയിട്ടേ നമ്മൾ വരുള്ളൂ. അപ്പോൾ അത് വരയ്ക്കാൻ അറിയില്ല അതൊന്നും ഇതിലൊരു വലിയ പ്രശ്നമല്ല. കുറച്ച് നമ്മൾ കഷ്ടപ്പെടും, പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും റീഡറുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ താനെ നന്നാക്കി വരയ്ക്കും. അപ്പോൾ പ്രാക്ടിക്കൽ റെക്കോർഡുകൾ ഇഷ്ടംപോലെ വരയ്ക്കാനുണ്ടാവും ബോട്ടണിയിൽ. സെല്ലുകൾ അത് ഇത് അങ്ങനെ എല്ലാതും വരയ്ക്കാനും പിന്നെ കുറേ പ്രാക്ടിക്കൽസ് ചെയ്യാനുണ്ടാവും. അതെന്തായാലും കുറേ അത്യാവശ്യം നന്നായിട്ട് അരിയാനും പിഴിയാനും ഒക്കെ നമുക്ക് പഠിച്ചിരിക്കണം. സെക്ഷനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനും അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ഇൻറ്റേൺഷിപ്പുകളാണുള്ളത്. അത് നമുക്ക് നമുക്ക് ഇൻറ്റേൺഷിപ്പ് നമ്മളൊരു കാര്യത്തിലൊരു സ്കിൽഡായിട്ട് എവിടെയെങ്കിലും പോയി ചെയ്യാം. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ നമുക്ക് 3 to 3 months വരെ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യാം. 2 weeksലും 1 monthലും 3 monthലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പോയി ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ വേറെ പറയാനുള്ളത് കോളേജ് സെലക്ട് ചെയ്യുന്ന കാര്യം. അതായത് ഇപ്പോൾ നമ്മളെ കേരളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കേരളത്തിന് പുറത്തും നമുക്ക് പുറത്ത് എഴുതണമെങ്കിൽ നമുക്ക് CUET എന്നുള്ള എക്സാംസ് ഒക്കെ എഴുതാം. അങ്ങനെ നമുക്ക് പുറത്ത് പോവാം. പിന്നെ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അവരുടെ ക്യാമ്പസിലോട്ട് നമുക്ക് സെപ്പറേറ്റ് എക്സാം എഴുതി അപ്ലൈ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല കോളേജ് സെലക്ട് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ബേസും കാര്യങ്ങളും ഒക്കെ ബിൽഡ് ചെയ്യാനും പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഫീൽഡ് വിസിറ്റും കാര്യങ്ങളും ഇൻറ്റേൺഷിപ്പുകളും അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ പ്ലേസ്മെൻ്റ് ഒക്കെ ബോട്ടണിക്ക് ഭയങ്കര കുറവായിരിക്കും. ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റ് ഒന്നും ഞാൻ എവിടെയും നമ്മൾ കേരളത്തിൽ കൊടുക്കുന്നതോ പറയുന്നതോ ഒന്നും കേട്ടിട്ടില്ല. കാരണം ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ വേറെ നമ്മളിങ്ങനെ ബോട്ടണി കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി മാത്രം എടുത്തിട്ട് വേറെ എന്തെങ്കിലും ഇതിലേക്ക് പ്ലേസ്മെൻറ്റ് നോക്കുക അങ്ങനെയൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. അല്ലെങ്കിൽ ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റ് ഒന്നും ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ ബോട്ടണി ഡിഗ്രി പഠിച്ചിട്ട് ഓക്കെ ഇന്ന കോളേജിൽ ബോട്ടണി ഡിഗ്രി പഠിച്ച് അവിടെ ഒരു പ്ലേസ്മെൻറ്റിൽ ബോട്ടണി റിലേറ്റഡ് ആയിട്ട് കയറാമെന്നും അങ്ങനെയൊന്നും ആരും ഇതാക്കണ്ട. കാരണം ഇതൊരു ക്ഷമയുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ബോട്ടണി കഴിഞ്ഞിട്ട് തന്നെ ബോട്ടണി റിലേറ്റഡിലേക്ക് ജോബ് കിട്ടാമെന്നൊന്നും അങ്ങനെയൊന്നും വിചാരിക്കരുത്. ബോട്ടണി ആയിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്താൽ വേറെ എന്തെങ്കിലും ബോട്ടണി റിലേറ്റഡ് കോഴ്സ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ PG എടുക്കുകയാണെങ്കിൽ അങ്ങനെ പോവാം, BEd എടുക്കുകയാണെങ്കിൽ അങ്ങനെ പോവാം. ഇനി ഇതൊന്നും അല്ലാതെ TTC എടുക്കുന്നവരെ എനിക്കറിയാം. എൻ്റെയൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് വളരെ 5-6 പേര് PGക്ക് പോയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഇത് നമ്മുടെ ഫീൽഡാണോ അല്ലയോ എന്നോ. ഇങ്ങനെ കുറേ പേര് ബോട്ടണി എടുത്തിട്ട് ഓക്കെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് പോയവരുണ്ട്. അതിനുവേണ്ടി അത് ഓക്കെ PG ചെയ്യാമെന്ന് പറഞ്ഞു പോയവരും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ കോളേജ് സെലക്ട് ചെയ്യുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് നല്ല കോളേജസിൽ പഠിക്കാൻ നോക്കുക. നിങ്ങൾ നന്നായിട്ട് ഇതിൽ PhD എടുക്കണം, PG എടുക്കണം, അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കണം. കാരണം അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും നിങ്ങളുടെ സ്റ്റഡീസിനൊക്കെ. അപ്പോൾ നല്ല ക്വാളിറ്റീസ് എന്താ പറയുക നല്ല കോളേജസിലൊക്കെ പോയാൽ അവർ തന്നെ നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസും ഓരോ കാര്യങ്ങളും ഒക്കെ നമുക്ക് തരും. നല്ല കോളേജസ് സെലക്ട് ചെയ്യാനാണല്ലോ എല്ലാവരും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്താണെന്ന് എന്നോട് എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ എന്താ ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്താ ചോദിച്ചു. അപ്പോൾ എനിക്ക് PGക്ക് വേണമെന്നായിരുന്നു. ഇത് കഴിഞ്ഞാൽ എന്താ ഇപ്പം എന്നോട് ചോദിക്കാൻ തുടങ്ങി. സോ ഇനി എനിക്ക് പോകാൻ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ എനിക്ക് ഒരു ടീച്ചർ ആവണം എന്നുള്ള അംബിഷൻ ആണെങ്കിൽ ആ ഒരു പാത്ത് ഫോളോ ചെയ്യും. ഞാനൊരു ബേസിക്കലി ഒരു ടീച്ചർ ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ബോട്ടണി ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സാധനമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഞാൻ 3 year ഡിഗ്രി ചെയ്തു. പിന്നെ ഞാൻ PG ചെയ്യുന്നത് സെക്രട്ടറി ഹാർട്ട് കോളേജ് തേവര കൊച്ചിയിലാണ്. അതവിടെയാണ് ഞാൻ എൻ്റെ MSc ബോട്ടണി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി എനിക്ക് BEd ചെയ്യണമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതെന്താ പറയുക ഒരു പ്രോസസ്സാണ്. ടീച്ചിങ് ആണല്ലോ നമ്മുടെ ഫീൽഡ്. അപ്പോൾ എന്തായാലും ഒരു ഹയർ സെക്കൻഡറി ടീച്ചറൊക്കെ ആവണമെങ്കിൽ എന്തായാലും PG വേണം. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് BEdന് പോയി ചേരുന്നവരുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രം നോക്കുന്നവരുണ്ട്. മെയിനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ കുറേ പേരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ബോട്ടണി കഴിഞ്ഞവരൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കുമ്പോഴും അവരൊന്നല്ലെങ്കിൽ ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് പോയി ടീച്ചിങ് ഫീൽഡ് നോക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഡിഗ്രി PGയും കഴിഞ്ഞ് നെറ്റ് എക്സാം ഉണ്ട്. നെറ്റ് എക്സാം ക്വാളിഫൈഡ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറും പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക JRF കിട്ടി ക്വാളിഫൈ ചെയ്തിട്ട് നമുക്ക്
PhD എടുക്കാനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നമുക്ക് അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് JRF സ്കോളർഷിപ്പ് കിട്ടാനും നമുക്ക് PhD എടുക്കാനും അതിൽ നമ്മൾ നന്നായിട്ട് പാഷനേറ്റ് ഉള്ളവർ നമുക്കറിയാലോ. ഡിഗ്രി ഒക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണോ, ഇതിൽ എനിക്ക് PG ആയിട്ടാണോ കണ്ടിന്യൂ ചെയ്തു പോകേണ്ടത്, അതോ വേറെ എന്തെങ്കിലും ഫീൽഡിലേക്കാണോ തിരിയേണ്ടതെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നെക്സ്റ്റ് എക്സാം എഴുതാം, അല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ ഗേറ്റ്, അങ്ങനെ കുറേ എക്സാംസ് ഉണ്ട്. അതൊക്കെ എഴുതിയിട്ട് PhD ലെവലിലേക്ക് പോകണോ അങ്ങനെ പോവാം. അങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ ടീച്ചിങ് ഫീൽഡ് ഇങ്ങനെയാണ് ബോട്ടണിക്ക് കൂടുതലായിട്ട് ഞാൻ സ്കോപ്പ് കണ്ടിട്ടില്ലേ. പലരും അഗ്രികൾച്ചർ ഇതിനൊരു സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് തോന്നിയത് +2 VHSC എടുത്തിട്ട് ബോട്ടണി എടുക്കുന്നവർക്കാണ് അങ്ങനെ സ്കോപ്പ് എന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അഗ്രികൾച്ചർ ഫീൽഡിലും MSc ബോട്ടണി BSc ബോട്ടണി എന്നൊക്കെ ഞാൻ എവിടേക്കോ ഒരു PSC നോട്ടിഫിക്കേഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ അഗ്രികൾച്ചർ പോസ്റ്റുകളൊക്കെ കൂടുതലായിട്ട് അഗ്രികൾച്ചർ പഠിച്ചവർക്കായതുകൊണ്ട് അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ടൈമിൽ ഓരോരോ ചേഞ്ചസ് ആണ് വരാൻ പോണത്. അപ്പോൾ അങ്ങനെ ഇത് കുറേ ഉണ്ട്. പിന്നെ ടീച്ചിങ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ലാബ് അസിസ്റ്റൻ്റായിട്ട് കുറേ പോസ്റ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അതായത് ലാബ് അസിസ്റ്റൻറ്റ്, ഇത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു ഡിഗ്രി ബോട്ടണി കഴിഞ്ഞിട്ട് വേറൊരു ലാബ് അസിസ്റ്റൻറ്റിന് കോഴ്സുകളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. കുറേ നമ്മൾ ഒരു കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ലാബ് അസിസ്റ്റൻറ്റുകളായി പോകാനുള്ളൊരു ഇതുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ജോബ് വരുന്നത്. അതല്ല നിങ്ങൾക്ക് BSc ബോട്ടണി അല്ലെങ്കിൽ ഇങ്ങനെ ഡിഗ്രി ഹോണേഴ്സ് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ജോബ് വേണം എന്നൊന്നും പറഞ്ഞാൽ എൻ്റെ അറിവിൽ അങ്ങനെ ആർക്കും ജോബ് കിട്ടിയിട്ടില്ല. സത്യമായി ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ജോബ് കിട്ടിയത് എനിക്ക് അറിവില്ല. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ട് ഇന്ന വേഗം ജോലി ചെയ്യാം. പിന്നെ PG കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ ബോട്ടണി ടീച്ചിങ് ഫീൽഡിലേക്കോ അങ്ങനെയൊക്കെ പോകാനെങ്കിലും സ്കോപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ബോട്ടണി കഴിഞ്ഞിട്ട് എന്തായാലും PGയും കൂടി ഒരു പെട്ടെന്ന് ജോലി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിരിക്കും, നിങ്ങൾ ബോട്ടണിയൊക്കെ കഴിയുമ്പോൾ എന്താ എൻ്റെ ഒരു ഫീൽഡ്, എന്താ എനിക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്ന. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ എന്തിപ്പോൾ ബോട്ടണി ആണെങ്കിൽ ആ ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള അവിടെ ഏതൊക്കെ സെമ്മിൽ ഏതൊക്കെ പേപ്പേഴ്സ് ആണുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പോണതിന് മുന്നേ അതൊക്കെ ഒന്ന് നോക്കുന്നതും വളരെ നന്നായിരിക്കും. ഇപ്പോൾ PG ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും ഡിഗ്രി ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിന് അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ഒരു ഇതുണ്ട്. അതായത് നമ്മളിപ്പോൾ ബോട്ടണി പഠിക്കുന്ന ഒരു നിങ്ങൾ ഇന്ന കോളേജിലാണ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കോളേജിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമാണ് കൂടുതൽ പോപ്പുലർ എങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് അവർക്ക് മെസ്സേജ് അയക്കാനും ബോട്ടണി എങ്ങനെയുണ്ട്, അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ട്, അവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ട്, അവിടെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ അറിയാനൊരു സ്കോപ്പ് ഉണ്ട്. പെട്ടെന്ന് ഒന്നും അറിയാതെ ലാസ്റ്റ് അവിടെ കയറി ചെന്നിട്ട് അയ്യോ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും ഭേദം എല്ലാം നിങ്ങൾക്ക് തന്നെ റിസർച്ച് ചെയ്യാനും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഏത് കോളേജസാണ് ബെസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ അറിഞ്ഞിട്ട് നല്ലതായിട്ടൊരു ഡിസിഷൻ എടുക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബോട്ടണീനെ പറ്റി പറയാനുള്ളത്. കാരണം ഇതെൻ്റെ ഒരു 5 year എക്സ്പീരിയൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബോട്ടണീനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ദിസ് ഈസ് മൈ ടോട്ടൽ 5 year എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ ബോട്ടണി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് റിയലി വാച്ച് ദിസ് വീഡിയോ ഫുൾ. ആൻഡ് നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും ഡൗട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. സോ നിങ്ങളും ബോട്ടണി എടുക്കാൻ നന്നായിട്ട് പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങളും ബോട്ടണി എടുക്കുക, അതിലായിട്ട് പഠിക്കുക. സോ നിങ്ങളുടെ ഭാവി പരിപാടികൾ നോക്കുക. സോ ഐ തിങ്ക് യു ലൈക്ക് ദ വീഡിയോ. താങ്ക് യു ആൻഡ് hope you subscribe.